കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ നോമ്പുകാലത്ത് റാസൽ കൈമ സെൻറ് തോമസ് മർത്തോമ സേവികാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദൈവവചന ചിന്തയ്ക്കായി അനുദിനം നമുക്ക് ലഭിക്കുന്ന അവസരത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിത്യതയിലേക്കുള്ള ഇടുങ്ങിയ വാതിൽ എന്നുള്ളതാണ്. ലൂക്കോസ് 13:24 ഇപ്രകാരം പറയുന്നു: ഇടുക്കവാതിലിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലാതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു നമ്മോട് ഒരൊറ്റ വചനത്തിലൂടെ ഒരു വലിയ സത്യത്തെയാണ് അറിയിക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല, അതിന് പരിശ്രമം ആവശ്യമാണ്. ഈ ലോകം പലപ്പോഴും എളുപ്പ വഴികൾ തുറന്നു തരുമ്പോൾ യഥാർത്ഥമായ രക്ഷ നമുക്ക് കിട്ടുന്നത് ഇടുക്കുവാതിലിലൂടെ കടക്കുന്നത് പോലെ ദുഷ്കരമായ ഒരു വിശുദ്ധ ജീവിതം പിന്തുടരുമ്പോഴാണ്. നോമ്പുകാലത്തെ ഇടുങ്ങിയ വാതിലിലൂടെ കടപ്പാനുള്ള ഒരു പരിശീലന കാലഘട്ടമായി നമുക്ക് കണക്കാക്കാം. ഇതിനനുസൃതമായി 3 ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, വിനയം, ആത്മപരിശോധന, ദയ എന്നിവ നിരന്തരമായി പരിശീലിക്കുക എന്നുള്ളതാണ്. യാക്കോബ് 4:10 ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഈ ലോകം നമ്മോട് അഹങ്കാരത്തോട് പെരുമാറുവാൻ പഠിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടവർ വിനയമുള്ളവരും പാപബോധമുള്ളവരും ആകണമെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി, ദൈവം ആഗ്രഹിക്കുന്ന വഴി തിരഞ്ഞെടുക്കുവാൻ നാം നമ്മെ തന്നെ പ്രാപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. മത്തായി 7:13-14 ഇപ്രകാരം പറയുന്നു: ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. നോമ്പുകാലത്തെ ഈ ഇടുങ്ങിയ വഴിയിലേക്ക് കടപ്പാനുള്ള പരിശീലന കാലഘട്ടമായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. മൂന്നാമതായി, ദൈവരാജ്യത്തെ മുമ്പ് വെക്കുക, ലോകത്തെ പിന്നിലാക്കുക. മത്തായി 6:33 ഇപ്രകാരം പറയുന്നു: മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ഞങ്ങൾക്ക് കിട്ടും. ലോകം നമ്മെ ഭൗതിക ആഗ്രഹങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ കാഴ്ച ദൈവരാജ്യത്തിലേക്ക് ആയിരിക്കണം. ഈ ചിന്തകളിലൂടെ നമുക്ക് ലഭിക്കേണ്ട വ്യക്തിപരമായ ആഹ്വാനം എന്താണെന്ന് നമുക്ക് നോക്കാം. കർത്താവ് നമ്മോട് പറയുന്നത്, ഒരുവൻ തന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്നാണ്. ഇതിലേക്കുള്ള പരിശീലനത്തിനായി നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ എളിയ ജീവിതങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? അധികമായി പ്രാർത്ഥിക്കുക. ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്താൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ അവസരം ലഭിക്കുന്നു. ഉപവാസം, ഭക്ഷണം കുറയ്ക്കുക എന്നതിലുപരി ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള പരിശീലനമായി നാം ഇത് കണക്കാക്കണം. സന്തോഷപൂർവ്വം ത്യാഗം സഹിക്കുക. നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ നാം തിരഞ്ഞെടുക്കുക. പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക. ഏറ്റവും വലിയ കഷ്ടതയാണ് ആന്തരികമായ മാറ്റം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ നമുക്ക് കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ സാധിക്കും. നമ്മുടെ ഇന്നത്തെ ചിന്തകളെ നമുക്ക് ഇങ്ങനെ ഉപസംഹരിക്കാം. ഇടുങ്ങിയ വാതിലിലൂടെ കടക്കാൻ ശ്രമിക്കുക. അത് കഷ്ടമാണെങ്കിലും അതിൻ്റെ ഒടുവിൽ നിത്യതയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കും. നോമ്പ് ഈ മാർഗത്തിലേക്ക് നടക്കാനുള്ള നമ്മളുടെ പരിശീലനശാലയാണ്. ഇത്തരത്തിൽ നോമ്പ് കാലഘട്ടത്തെ ഉപയോഗപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.